എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഈ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചേട്ടന് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിർത്താതെയുള്ള തുമ്മലാണ്. അതൊരു അലർജിയാണ്, ട്രീറ്റ് ചെയ്യണം എന്ന് അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞെങ്കിലും അത് അവഗണിക്കുകയാണ് ചെയ്തത്. രാവിലെ കുറച്ച് നേരത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് കാര്യമാക്കാനില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അടുത്ത് കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് തലകറക്കം സംഭവിക്കുകയും അതൊരു ആക്സിഡൻറ്റിന് കാരണമാവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ആ തലകറക്കം ഇയർ ഇംബാലൻസ് കൊണ്ട് സംഭവിച്ചതാണെന്നും ആ ഇയർ ഇംബാലൻസിൻ്റെ കാരണം അദ്ദേഹം ട്രീറ്റ് ചെയ്യാതെയിരുന്ന അലർജിയാണ് എന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അലർജി ഒരു ചെറിയ പ്രശ്നമല്ലേ എന്ന് കരുതി അവഗണിച്ചാൽ ഇത്തരം ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് അലർജി ഇയർ ബാലൻസിനെ ബാധിക്കുന്നത് എന്നല്ലേ? അലർജി മൂലം മൂക്കിലും സൈനസിലും ഉണ്ടാകുന്ന വീക്കവും നീർക്കെട്ടും നമ്മുടെ തൊണ്ടയെ ചെവിയുമായി ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യും. ഇതിൻ്റെ ഫലമായി ചെവിക്കുള്ളിലെ മർദ്ദം കൂടുകയും ചെവി അടഞ്ഞതുപോലെ തോന്നുക, തലകറക്കം, ബാലൻസ് നഷ്ടപ്പെടുക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഈ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ഇതിൻ്റെ മൂലകാരണമായ അലർജിയെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി നിങ്ങൾക്ക് ധൈര്യമായി ഹെർബലി ടച്ചിൻ്റെ അലർജി ഷീൽഡ് കോംബോ ഉപയോഗിക്കാം. ഈ കോംബോയിലെ പീൻകോദം, പീൻചൂർണം, പീനോയിൽ എന്നീ മരുന്നുകൾ അലർജൻസിനോടുള്ള ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് നിയന്ത്രിക്കുകയും അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് മൂക്കടപ്പ് മൂലം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആശ്വാസം നേടാൻ ഈസിനോസ് എന്ന നേസൽ ഡ്രോപ്സും ഈ കോംബോയിലുണ്ട്. അപ്പോൾ അലർജി പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതുവരെ കാത്തു നിൽക്കാതെ എത്രയും വേഗം ഹെർബലി ടച്ചിൻ്റെ അലർജി ഷീൽഡ് കോംബോ വാങ്ങി ഉപയോഗിച്ചു തുടങ്ങൂ.